അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 20-21 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിനെ അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. ആദാം ഏദൻ തോട്ടത്തിൽ അനുസരണക്കേട് കാണിച്ചപ്പോൾ സാത്താൻ ജയിച്ചു. അനുസരണക്കേട് കാണിച്ച ആദാമിനെ എങ്ങനെ നശിപ്പിക്കാം എന്നല്ല യഹോവയായ ദൈവം ചിന്തിച്ചത്, അവൻ എങ്ങനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാം എന്നായിരുന്നു. ഒരു പഴം പറിച്ചു തന്ന കാര്യമല്ലേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നിയേക്കാം. എങ്കിലും ആദാമിൻ്റെ അനുസരണക്കേട് നിമിത്തം ആദാമിൻ്റെ ദൈവ സാന്നിധ്യമാണ് നഷ്ടമായത്. ദൈവം കരുണ കാണിച്ച് ആദ്യ മനുഷ്യനെ ആദാമേ നീ എവിടെയെന്ന് വിളിച്ചില്ലായിരുന്നുവെങ്കിൽ, ആദാമിനെ ദൈവം അന്വേഷിച്ചില്ലായിരുന്നുവെങ്കിൽ പ്രശ്നം ഗുരുതരമാകുമായിരുന്നു. ദൈവം മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ തയ്യാറാകാതിരുന്നെങ്കിൽ ഗന്ധകം കത്തുന്ന തീ പൊയ്കയായിരിക്കും സകല മനുഷ്യരുടെയും അവസാനം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കർത്താവായ യേശു ക്രിസ്തു. അനേകം പ്രാവശ്യം പഴയ നിയമത്തിൽ യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. യേശു ഭൂമിയിൽ ജനിക്കുന്നത് കന്യകയിൽ കൂടിയായിരിക്കുമെന്നും അവൻ കഷ്ടം സഹിക്കുമെന്നും മരിക്കുമെന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നും വ്യക്തമായി പ്രവചനമുണ്ടായിരുന്നു. അതുപോലെയുള്ള ഒരു പ്രവചനമായിരുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 36-ാം വാക്യത്തിലെ അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന തിരുവെഴുത്തും. അധർമ്മം ചെയ്യാതെ എങ്ങനെ യേശു അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടും? അതൊരിക്കലും സാധ്യമല്ല. കാരണം ദൈവം നീതിമാനാണ്. പാപം ചെയ്യുന്ന വ്യക്തിയാണ് ശിക്ഷ അനുഭവിക്കേണ്ടത്. എന്നാൽ യേശു പാപം അറിയാത്തവനാണ്. ഒരു പാപവും യേശുവിൽ കണ്ടില്ല. ഞാൻ അവനിൽ ഒരു കുറ്റവും കണ്ടില്ല എന്ന് യേശുവിനെ വിസ്തരിച്ച പീലാത്തോസ് വിധിയെഴുതി. എന്നിട്ടും അവൻ ക്രൂശിക്കപ്പെട്ടു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 46-ാം വാക്യത്തിൽ യേശു യഹൂദന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും എന്ന്. ഇതേ വാക്യം POC ബൈബിളിൽ നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കുവാൻ കഴിയുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്നിൽ ഏതെങ്കിലും പാപമുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ യേശുവിൽ ഇരുട്ടൽപ്പം പോലും ഉണ്ടായിരുന്നില്ല എന്ന് സാരം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 30-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് യേശു പറയുകയാണ്, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല എന്ന്. പാപമുള്ള വ്യക്തിയാണെങ്കിൽ ലോകത്തിൻ്റെ പ്രഭുവിനെ അവനിൽ കർത്തൃത്വം നടത്തുവാൻ സാധിക്കും. എന്നാൽ യേശു പറയുകയാണ്, ലോകത്തിൻ്റെ പ്രഭുവിനെ എന്നെ കർത്തൃത്വം നടത്തുവാൻ കഴിയുകയില്ല എന്ന്. കാരണം യേശുവിൽ പാപം ഇല്ലായിരുന്നു. എബ്രായർക്കെതിരെ ലേഖനം 7-ാം അധ്യായം 26-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായിത്തീർന്നവൻ. പൗലോസ് ഇത് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ഈ ഭൂമിയിലെ യേശുവിൻ്റെ ശുശ്രൂഷയുടെ അവസാന രാത്രിയിൽ, അതായത് യൂദാ ഇസ്കര്യോത്ത യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ, പെസഹ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പുതിയ നിയമ പെസഹായുടെ തുടക്കമായ കർത്തൃമേശയിലെ അപ്പവും മുന്തിരിച്ചാറും വാഴ്ത്തി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തതിന് ശേഷം അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ട് ഒലിവുമലയിലേക്ക് പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒലിവുമലയിലേക്ക് പോകുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇനി എന്നിൽ നിവൃത്തിയാകുവാനുള്ള പ്രവചനത്തിൽ ആദ്യത്തേത് അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന പ്രവചനമാണ്. അത് നിവൃത്തി വന്നേ ഒക്കൂ എന്ന് സാരം. അതുവരെയുമുള്ള യേശുവിൻ്റെ ശുശ്രൂഷകളിൽ ഏറ്റവും വേദനാജനകമായ ഒരു ശുശ്രൂഷയിലേക്കാണ് താൻ പോകുന്നത് എന്ന് യേശു അറിഞ്ഞിരുന്നു. എന്നാൽ ശിഷ്യന്മാർക്ക് ആ അറിവ് ഉണ്ടായിരുന്നില്ല. ഒലിവുമലയിൽ ചെന്നതിന് ശേഷം യേശു ശിഷ്യന്മാരെ വിട്ട് ഒരു കല്ലേറ് ദൂരെ പോയി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു, മുട്ടുകുത്തി പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്നും നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 42-ഉം 43-ഉം വാക്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു,
പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യമാണ് നാം കേട്ടത്. പാനപാത്രം എന്നത് കുരിശിൽ താൻ അനുഭവിക്കുവാൻ പോകുന്ന പീഡകളോ മുൾക്കിരീടമോ ശരീരം അടികൊണ്ട് കീറി മുറിക്കപ്പെടുന്നതോ ചങ്കിലേൽക്കുന്ന കുന്തം കൊണ്ടുള്ള കുത്തോ കുരിശ് ചുമന്ന് കാൽവരിക്കുന്നിലേക്കുള്ള യാത്രയോ ഒന്നുമല്ല. അതെല്ലാം തൻ്റെ ശരീരത്തിൽ ഏൽക്കുന്ന മുറിവുകളാണ്. യേശുവിന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. മുഴുലോകത്തിൻ്റെയും പാപവും അത് നിമിത്തമുള്ള ശാപവും ചുമക്കുവാനായി യേശുവിൻ്റെ മുമ്പിലേക്ക് പിതാവ് കൊണ്ടുവന്നപ്പോൾ അത് കണ്ട യേശു പ്രാണവേദനയിലായിത്തീർന്നു. വേണമെങ്കിൽ യേശുവിനത് ചുമക്കുവാൻ, അതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് തീർത്തു പറയാമായിരുന്നു. പിതാവിന് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. കാരണം തൻ്റെ പുത്രൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, യേശു അപ്രകാരം ചെയ്തിരുന്നെങ്കിൽ സത്യദൈവം ആരാണെന്ന് പോലും തിരിച്ചറിയാതെ നാം പാപത്തിൽ ജീവിക്കുകയും ഒടുവിൽ നിത്യനരകത്തിൽ സാത്താനോടൊപ്പം വീഴുകയും ചെയ്യുമായിരുന്നു. പിതാവിനോട് യേശു പറയുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ. അത്രമാത്രം വേദനാജനകവും ഭീതിജനകവുമായിരുന്നു മനുഷ്യവർഗത്തിൻ്റെ പാപവും ശാപവും ചുമക്കുക എന്നത്. നിങ്ങളിൽ ആർക്ക് എന്നിലെ പാപം തെളിയിക്കുവാൻ കഴിയുമെന്ന് യഹൂദന്മാരോട് ചോദിച്ച യേശുവിന് തൻ്റെ പിതാവ് ഏൽപ്പിക്കുവാൻ കൊണ്ടുവന്നിട്ടുള്ള പാനപാത്രം താൻ സ്വീകരിച്ചാൽ പിന്നെ എങ്ങനെ പറയുവാൻ കഴിയുമായിരുന്നില്ല. കാരണം പാപമറിയാത്ത, പാപം ചെയ്യാത്ത, അനുസരണമുള്ള യേശു പാനപാത്രം സ്വീകരിക്കുന്ന ആ നിമിഷം മുതൽ മുഴുപാപിയായി തീരുകയാണ്. പാനപാത്രം സ്വീകരിക്കുന്ന ആ നിമിഷം മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെയെന്ന് ദുരാത്മാവിനാൽ പോലും വിളിക്കപ്പെട്ട യേശു ശപിക്കപ്പെട്ടവനായി തീരുകയാണ്. പച്ച ശരീരത്തിൽ കുന്തം കൊണ്ട് കുത്തേൽക്കുന്നതിനേക്കാളും ജീവനുള്ള തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കപ്പെടുന്നതിനേക്കാളും 24 മണിക്കൂർ തുടർച്ചയായി റോമൻ പടയാളികളുടെ ചാട്ടുവാർ കൊണ്ടുള്ള അടിയേൽക്കുന്നതിനേക്കാളും ശരീരത്തിലെ മുഴുവൻ മാംസവും ഇളകിത്തിരിച്ചതിന് ശേഷം അസ്ഥികൂടം മാത്രമായി തീരുന്നതിനേക്കാളും എത്രയോ ഭയാനകവും വേദനാജനകവുമാണ് യേശു പാപിയും ശപിക്കപ്പെട്ടവനുമായി തീരുന്നത്. ഈ കാര്യം ഓർത്തിട്ടാണ് യേശു കർത്താവ് ഗെത്സമനത്തോട്ടത്തിൽ പ്രാണവേദനയിലായത്. അവിടെ അവൻ നിലവിളിച്ചതിൻ്റെ കാരണം ഇതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ് ഗെത്സമനയിലെ കർത്താവിൻ്റെ നിലവിളിയെങ്കിൽ അവൻ പ്രാണവേദനയിലായപ്പോൾ അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി എന്ന വാക്കുകൾ. ലൂക്കോസ് ഒരു വൈദ്യനാണ് എന്ന് നാം ഓർക്കണം. അവൻ്റെ എഴുത്തുകളിൽ പല മെഡിക്കൽ ടേമുകൾ കടന്നുകൂടിയിട്ടുണ്ട്. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷയാചിച്ചിരുന്ന മുടന്തൻ സൗഖ്യമായ കാര്യം അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇത് ഫീറ്റ് ആൻഡ് ആംഗിൾ ബോൺ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മെഡിക്കൽ ടേമാണ്. ലൂക്കോസ് എഴുതിയത് വളരെ അന്വേഷണം കഴിച്ച് കാര്യങ്ങൾക്കെല്ലാം വ്യക്തത വരുത്തിക്കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഗെത്സമനയിൽ പ്രാണവേദനയിലായ യേശുവിൻ്റെ വിയർപ്പ് ചോരത്തുള്ളി പോലെയായി എന്ന് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. സാധാരണയായി ഒരു വ്യക്തിയുടെ വിയർപ്പിൽ കൂടി രക്തം പുറത്തു വരുന്നത് അണലിപ്പാമ്പ് കഴിക്കുമ്പോഴാണെന്ന് കേട്ടിട്ടുണ്ട്. ഹെമാറ്റോഹിഡ്രോസിസ് അഥവാ ഹെമാറ്റിഡ്രോസിസ് എന്ന രോഗം വരുമ്പോഴാണ് വിയർപ്പിൽ കൂടി രക്തം വരുന്നതെന്ന് പറയപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ യഹോവയായ കർത്താവ് പാമ്പിനോട് പറയുകയാണ്, നീ അവൻ്റെ കുതികാൽ തകർക്കും എന്ന്. യേശുവിൻ്റെ കുതികാൽ തകർക്കുമെന്ന്. അക്ഷരാർത്ഥത്തിൽ ഗെത്സമനയിൽ ആ പ്രവചനം നിറവേറി എന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. തന്നെയുമല്ല, യെശയ്യാപ്രവചനം 53-ാം അധ്യായം 3-ാം വാക്യത്തിൽ യേശു വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ പ്രവചനവും ഗെത്സമനയിൽ നിവൃത്തിയായി. കാരണം വ്യസനം വരുമ്പോഴാണല്ലോ പ്രാണവേദനയിലാകുന്നത്. അതുപോലെ തന്നെ വിയർപ്പിൽ കൂടി രക്തം വരുന്ന ഹെമാറ്റോഹിഡ്രോസിസ് അഥവാ ഹെമാറ്റിഡ്രോസിസ് എന്ന രോഗവും
അവന് ബാധിച്ചു. അതികഠിന പ്രാണവേദനയാൽ സംഭവിക്കുന്ന രോഗമാണ് ആ രോഗം. ആ രോഗമെന്നാൽ മരണം ഉറപ്പാണ്. എന്നാൽ യേശുവിന് തന്നിൽ തന്നെ ജീവനുള്ളത് കൊണ്ട് യേശുവിനെ മരിക്കുവാനോ ആർക്കെങ്കിലും അവനെ കൊല്ലുവാനോ കഴിയുമായിരുന്നില്ല. യേശു പറഞ്ഞു, എൻ്റെ ജീവനെ ആരും എന്നിൽ നിന്നും എടുക്കുന്നില്ല, ഞാൻ അതിനെ കൊടുക്കുന്നു, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടത് അതുകൊണ്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, യേശു പാപം അറിയാത്തവനാണ്. എങ്കിലും അവൻ നമ്മെ അവൻ്റെ പ്രാണനേക്കാൾ അധികം സ്നേഹിച്ചതിനാൽ സന്തതിയെ കാണുമല്ലോ എന്ന സന്തോഷത്താൽ അവൻ എല്ലാ അപമാനങ്ങളും സഹിച്ചു. അവൻ പാപിയും ശാപഗ്രസ്തനും ആകേണ്ടി വന്നു. നമ്മെ രക്ഷിക്കുവാനാണ് അതെല്ലാം അവൻ സഹിക്കേണ്ടി വന്നത്. നാം യേശുവിൻ്റെ ഗെത്സമനയിലെ നിലവിളിയും ക്രൂശിലെ നിലവിളിയും ഒന്ന് ഓർക്കാമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നിലവിളി ശബ്ദം ഓർത്താൽ നിശ്ചയമായും പാപത്തിലേക്ക് നാം വീണ്ടും നീങ്ങുകയില്ല. നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിൻ്റെ മകളുമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോഴും അതിനുള്ള അവസരമുണ്ട്. ഈ അവസരം ഇനി അധികം നാൾ ലഭിച്ചു എന്ന് വരികയില്ല. അതിനാൽ ഈ സുപ്രസാദ കാലത്ത് തന്നെ നമുക്ക് യേശുവിനോട് നിരക്കാം, തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം, നിത്യജീവന അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ പാപത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് അതിൽ നിന്നും വിടുതൽ കർത്താവ് കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.